ഹായ് ഓൾ, ഇന്ന് നമ്മൾ സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലൈൻ ഓഫ് സൈറ്റ് ആണ്. ലൈൻ ഓഫ് സൈറ്റ് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഒബ്സർവർ എന്ന് വിചാരിച്ചോളൂ. ഇതാണ് നമ്മുടെ അയാളുടെ കണ്ണ്. ഒബ്സർവർ ഇവിടെയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചോളൂ. ഇതും ഉണ്ടാക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ലൈൻ drawn from the eye of the observer to the point on the object viewed by the observer. എന്താണ് പറയുന്നത്? It is a line drawn from the eye of the observer. ഒബ്സർവറിന്റെ കണ്ണിന്ന് ലൈൻ ഡ്രോൺ ചെയ്യുന്നത് എവിടേക്ക്? ഒബ്ജക്റ്റിന്റെ മുകളിലേക്കുള്ള ലൈൻ. ആ ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ ഒബ്സർവർ എന്ന് വിചാരിച്ചോളൂ. ഒബ്സർവർ ഇവിടെയാണ്. ഈ ഹൊറിസോണ്ടൽ ഇതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈൻ. അതിന്റെ മുകളിൽ ഉള്ള ലൈൻ ഓഫ് സൈറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇത് ലൈൻ ഓഫ് സൈറ്റ്. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ഈ ആംഗിൾ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള ഈ ആംഗിളിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ ഓഫ് സൈറ്റ് വിത്ത് ദ ഹൊറിസോണ്ടൽ line when the object viewed is above the horizontal level. ഹൊറിസോണ്ടൽ ലെവലിനെക്കാട്ടും മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോഴാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മളുടെ ഒബ്സർവർ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇവിടെയാണ് നമ്മളുടെ ഒബ്സർവർ. ഇത് നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈൻ. അതിന് താഴത്തേക്കാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എങ്കിൽ ഇത് നമ്മളുടെ ഒബ്ജക്റ്റ്. ഇത് നമ്മളുടെ ഒബ്സർവർ. ഇത് ഹൊറിസോണ്ടൽ ലെവൽ. ഇത് നമ്മളുടെ ലൈൻ ഓഫ് സൈറ്റ്. അപ്പൊ ഹൊറിസോണ്ടൽ ലെവലും ലൈൻ ഓഫ് സൈറ്റും ആയിട്ടുണ്ടാകുന്ന ആംഗിൾ ആണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. കാരണം എന്താ? ഹൊറിസോണ്ടൽ ലെവലിന്റെ കാട്ടി താഴെയാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയാം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ formed between the line of sight and the horizontal line when the object viewed is below the horizontal level. ഹൊറിസോണ്ടൽ ലെവലിനെക്കാട്ടും താഴെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ലൈനും ആയിട്ട് ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A tower stands vertically on the ground. From a point on the ground which is 15 meters away from the foot of a tower, the angle of elevation of the top of the tower is found to be 60 degree.
ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു പോയിന്റ് ഉണ്ട് നേരത്തെ. ഇവിടുന്ന് 15 മീറ്റർ അവേ ഒരു ടവർ ഉണ്ട്. 15 മീറ്റർ അവേ ഒരു ടവർ ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരയ്ക്കാം. ഇത് നമ്മളുടെ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ ടവർ, ടവറിന്റെ മുകളിലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ടവർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് ഓഫ് ടവർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് എ, ഇത് ബി, ഇത് സി ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? tan 60 ഈക്വൽ ടു tan 60 പറഞ്ഞാൽ എന്താ? ബി സി ബൈ എ ബി ആണ്. അത് നമുക്കറിയാം. tan 60 എന്ന് പറഞ്ഞാൽ എന്താ? √3 ആണ്. ഗിവൺ എന്താണ്? ഗിവൺ എ ബി ഈക്വൽ ടു 15 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇംപ്ലൈസ് ബി സി എന്താണ്? 15 ഇൻറ്റു √3, അതായത് 15√3 മീറ്റർ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An electrician has to repair an electric fault on a pole of height 5 meter. She needs to reach a point 1.3 meter below the top of the pole to undertake the repair work. What should be the length of the ladder that she should use, which, when inclined at an angle of 60 degrees to the horizontal, would enable her to reach the required position? Also, how far from the foot of the pole should she place the foot of the ladder? എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു പോൾ തന്നിട്ടുണ്ട്. എത്ര മീറ്റർ ആണ്? 5 മീറ്ററിന്റെ പോൾ. ഇത് നമ്മളുടെ 5 മീറ്റർ. 1.3 മീറ്ററിന്റെ താഴെയാണ് നമ്മളുടെ റിപ്പയർ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇത് 1.3 ആയിട്ട് എടുക്കാം. ടോപ്പിൽ നിന്ന് താഴത്തേക്കുള്ള 1.3 മീറ്ററിനാണ് നമ്മളുടെ റിപ്പയർ വർക്ക് ചെയ്യേണ്ട സ്ഥലം. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ലാഡർ വെക്കുന്നുണ്ട്. അത് എങ്ങനെ വെക്കുന്നത്? 60 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ. ഇതാണ് നമ്മളുടെ 60 ഡിഗ്രി. ഇത് നമ്മളുടെ എ, ഇത് നമ്മളുടെ ബി, ഇത് നമ്മളുടെ സി, ഇത് നമ്മളുടെ ഡി. നമ്മളോട് എന്താ വെച്ചിട്ടുള്ളത്? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ലാഡർ ഷീ ഷുഡ് യൂസ്. ലാഡറിന്റെ ലെങ്ത് പറഞ്ഞാൽ എന്താ? ബി സി ആണ്. ബി സി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഹൗ ഫാർ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ പോൾ ഷുഡ് ഷീ പ്ലേസ് ദ ഫൂട്ട് ഓഫ് ദ ലാഡർ. അതായത് ഫൂട്ട് ഓഫ് ദ പോളിനും ഫൂട്ട് ഓഫ് ദ ലാഡറിനും നമ്മളുടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? എ ബി. ഈ രണ്ട് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 1.3 ആണെങ്കിൽ നമുക്ക് ഇത് എന്ത് പറയാം? എ സി എന്ന് പറഞ്ഞാല് 3.7 ആണെന്ന് പറയാം. കാരണം 5 മൈനസ് 1.3 പറഞ്ഞാൽ 3.7 ആണ്. ഇനിയോ ഇതിൽ അറിയുന്ന ഒരു വാല്യൂ ഉണ്ട്. 3.7 അറിയാം, ആംഗിളും അറിയാം. അപ്പൊ നമുക്ക് sin 60 എടുത്ത് നോക്കാം ബി സി കിട്ടാൻ വേണ്ടി. sin 60 ഈക്വൽ ടു എന്താ? sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. ഇവിടെ എന്താണത്? എ സി ബൈ ബി സി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് ബി സി ആണ് നമുക്ക് അറിയേണ്ടത്. ഈക്വൽ ടു എ സി ബൈ sin 60 ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞാൽ എന്താ? 3.7 ബൈ √3 ഇൻറ്റു 2. 3.7 ഇൻറ്റു 2 ബൈ √3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4.28 ആണ്. നമ്മൾ ചെയ്തു വരുമ്പോൾ അങ്ങനെ കിട്ടും. 4.28 ആയിട്ട് നമുക്ക് കിട്ടും. ബി സി എന്ന് പറയുന്നത് 4.28 ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബിനെയാണ് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എ ബി എന്ന് പറഞ്ഞാല് cot 60 വെച്ചിട്ട് ചെയ്യാം. cot 60 എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ബൈ എ സി. cot 60ന്റെ വാല്യൂ എന്താ? cot 60 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഇംപ്ലൈസ് എ ബി നമുക്ക് അറിയില്ല. എ ബി എന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു എ സി ബൈ √3. എ സി ബൈ √3 എന്ന് പറഞ്ഞാൽ എന്താ? cot 60 ഈക്വൽ ടു എ സി ബൈ √3. എ സി എന്ന് പറഞ്ഞാൽ 3.7. 3.7 ബൈ √3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3.7 ബൈ √3 ഈക്വൽ ടു 2.14 മീറ്റർ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നോക്കാം. An observer 1.5 meter tall is 28.5 meter away from a chimney. The angle of elevation of the top of the chimney from her eyes is 45 degree. What is the height of the chimney? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 1.5 മീറ്ററുള്ള ആളുണ്ട് ഇവിടെ. 1.5. അയാളും ഒരു ചിമ്നി ആയിട്ട് എത്ര 28.5 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്.
ഇത് നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈൻ. ഇതും ടോപ്പ് ഓഫ് ചിമ്മിനി ആയിട്ട് എന്താ 45 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ചിമ്മിനി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതും 1.5 ആണെന്ന് പറയാം. നമുക്ക് എന്താ അറിയാം? tan 45 ഈക്വൽ ടു 1 ഈക്വൽ ടു ഇവിടെ എന്താ എ സി ബൈ ബി സി ആണ്. അതായത് എ സി ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് പറയാം. എ സി ബി സി ഈക്വൽ ആണ്. എ സി ബി സി ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 28.5 ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയാം. ഇവിടെ ബി സി 25, ഇവിടെ ബി സി എന്ന് പറയുന്നത് 28.5 ആണ്. അപ്പൊ എ സി എന്ന് പറയുന്നത് 28.5 ആയിരിക്കും. അപ്പൊ എ സി എന്നുള്ളത് 28.5 ആണെന്ന് കിട്ടി. ഇവിടെ ഒരു 1.5 ഉണ്ട്. അതും കൂടി കൂട്ടിയാലാണ് നമുക്ക് ടോട്ടൽ എ ഇ കിട്ടുക. ഹൈറ്റ് ഓഫ് ചിമ്മിനി എന്താണ്? ഈക്വൽ ടു എ സി പ്ലസ് സി ഇ ഈക്വൽ ടു 28.5 പ്ലസ് 1.5 ഈക്വൽ ടു 30 മീറ്റർ. ഇത്രയേ ഉള്ളൂ. ഹൈറ്റ് ഓഫ് ചിമ്മിനി കാണാൻ ഹൈറ്റ് ഓഫ് ചിമ്മിനി നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. From a point P on the ground, the angle of elevation of the top of a 10-meter tall building is 30 degree. A flag is hoisted at the top of the building, and the angle of elevation of the top of the flag shaft from P is 45 degree. Find the length of this flag shaft and the distance of the building from the point P. You may take √3 equal to 1.732. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അടുത്ത്. P ന്ന് ഒരു 10 മീറ്റർ ടോൾ ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് നമ്മളുടെ 10 മീറ്റർ എന്ന് വിചാരിച്ചോളൂ. ഇത്രയും ദൂരം 10 മീറ്റർ. അവിടേക്ക് ഉണ്ടാകുന്ന ആംഗിൾ എത്രയാ? 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. അതും പി യു ആയിട്ട് ഉണ്ടാകുന്ന ആംഗിൾ എത്രയാ? 45 ഡിഗ്രിയാണ്. ഇത് 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഫ്ലാഗ് സ്റ്റാഫ്. ഇത് കാണാൻ. പിന്നെന്താ? ഡിസ്റ്റൻസ് ഓഫ് ബിൽഡിംഗ് ഫ്രം ദ പോയിന്റ് പി. ഇതും കാണാൻ. അതായത് ഇത് എ ബി സി ആണെങ്കിൽ എ ബി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെന്താ വേണ്ടത്? പി സി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? tan 30 ചെയ്ത് നോക്കാം. tan 30 എന്ന് പറഞ്ഞാൽ എന്താ? tan 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് പറഞ്ഞാൽ ബി സി ബൈ പി സി ഈക്വൽ ടു 1/√3. tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ബി സി 10 ആണെന്ന് നമുക്കറിയാം. അപ്പൊ പി സി എന്താ? പി സി ഈക്വൽ ടു ബി സി √3 ഈക്വൽ ടു 10√3 ഈക്വൽ ടു 17.32 മീറ്റർ. അപ്പൊ നമുക്ക് പി സി കിട്ടി. പി സി കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? എ സി എന്താണെന്ന് അറിയാം. tan 45 ഈക്വൽ ടു എ സി ബൈ പി സി ഈക്വൽ ടു 1. tan 45 1 ആണെന്ന് നമുക്കറിയാം. ഇംപ്ലൈസ് എന്താ? എ സി ഈക്വൽ ടു പി സി ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞാൽ 17.32 മീറ്റർ. നേരത്തെ നമുക്ക് പി സി കിട്ടി, ഇപ്പൊ എ സി കിട്ടി. എ സി എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള നമ്മളോട് എന്താ പറഞ്ഞത്? ലെങ്ത് ഓഫ് ഫ്ലാഗ് സ്റ്റാഫ് ആണ് പറഞ്ഞത്. ലെങ്ത് ഓഫ് ഫ്ലാഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ഫ്ലാഗ് സ്റ്റാഫ് ഈക്വൽ ടു എ ബി ആണ്. ഈക്വൽ ടു എ സി മൈനസ് ബി സി ഈക്വൽ ടു 17.32 മൈനസ് 10 എന്താണ്? 7.32 മീറ്റർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The shadow of a tower standing on a level ground is found to be 40 meters long when the sun's altitude is 30 degree than when it is 60 degree. Find the height of the tower. ഇവിടെ ഒരു ടവർ ഉണ്ട് നമുക്ക് തന്നിട്ട്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ. 30 ഡിഗ്രി ആകുമ്പോഴുള്ള ഷാഡോന്റെ ലെങ്ത് 60 ഡിഗ്രി ആകുമ്പോഴുള്ള ഷാഡോന്റെ ലെങ്ത്തിനെക്കാട്ടും 40 മീറ്റർ ലോങ്ങർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് 30 ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് 30 വരച്ചു എന്ന് വിചാരിച്ചോളൂ. ഇതിന്ന് ഒരു 40 മീറ്റർ കുറവായിരിക്കും എപ്പം 60 ഡിഗ്രിയിൽ വരയ്ക്കുമ്പോൾ. 60 ഡിഗ്രിയിൽ വരയ്ക്കുമ്പോൾ 30 മീറ്ററിനെക്കാളും ഇവിടെ 40 മീറ്റർ വരും. അപ്പൊ ഇത് നമ്മളുടെ എ, ഇത് നമ്മളുടെ ബി, ഇത് നമ്മളുടെ സി, ഇത് നമ്മളുടെ ഡി.
നമ്മൾ ടവറിന്റെ ഹൈറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് tan 60 ചെയ്ത് നോക്കാം. tan 60 എന്താ? √3 ആണ്. tan 60 എന്ന് പറഞ്ഞാല് √3 ആണെന്ന് നമുക്കറിയാം. ഇവിടെ tan 60 എന്താ? tan 60 എന്ന് പറഞ്ഞാൽ DC/BC ആണ്. DC/BC. അപ്പം implies DC = BC √3. അതേപോലെ നമുക്ക് എന്ത് പറയാം? tan 30 പറയാം. tan 30 എന്താ? 1/√3 ആണ്. അതെന്താണ്? DC/AC ആണ്. implies AC = DC √3. AC എന്ന് പറയുന്നത് DC √3 ആണ്. നമുക്ക് AC എന്താണെന്ന് അറിയാം. We know that AC = AB plus BC equal to എന്താണ്? DC √3 ആണ്. ഈക്വൽ ടു DC എന്ന് പറയുന്നത് BC √3 into √3 എന്താണ്? 3BC. അപ്പോൾ നമുക്ക് AB എന്താണെന്ന് കിട്ടും? AB equal to 3BC minus BC equal to 2BC. AB എന്ന് പറയുന്നത് 2BC ആണെന്ന് നമുക്ക് കിട്ടി. നമുക്ക് AB equal to 2BC എന്ന് കിട്ടി. നമുക്ക് എന്താ അറിയാം? AB എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? BC equal to 20 മീറ്റർ എന്ന് കിട്ടി. BC 20 ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ DC എന്താ? ഹൈറ്റ് ഓഫ് ടവർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. DC എന്ന് പറഞ്ഞാൽ implies DC equal to BC √3 equal to 20 √3 meter. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The angle of depression of the top and the bottom of the 8-meter tall building from the top of a multi-story building are 30 degree and 45 degree respectively. Find the height of the multi-story building and the distance between the two buildings. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു 8-meter tall building ഉണ്ട് ഇവിടെ. പിന്നെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വരാനുണ്ട്. അല്ല, അതിൻ്റെ ടോപ്പായിട്ട് നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് പറയാം 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിള് 30 ഡിഗ്രിയാണെന്ന് പറയാം. പിന്നെയോ ബോട്ടം ആയിട്ടുണ്ടാകുന്ന ആംഗിൾ, ബോട്ടം ആയിട്ടുണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ആംഗിൾ അത് 45 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 45 ഡിഗ്രി ആണെന്ന് പറയാം. അങ്ങനെയാണ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ ഹൈറ്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബിൽഡിങ്സും ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം നമുക്ക് tan 45 എടുക്കാം. tan 45 = 1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ tan 45 എന്താ? CE/BC implies CE = BC എന്ന് പറയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, CE = BC എന്ന് കിട്ടി. അടുത്ത നമുക്ക് എന്താ? tan 30 ആണ്. എന്താണ്? 1/√3 ആണ്. ഇവിടെ എന്താ tan 30 എന്ന് പറഞ്ഞാൽ DE/AD. DE/AD എന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടും? implies AD = DE√3 എന്ന് കിട്ടി. AD = DE√3. അതായത് AD നമുക്ക് എങ്ങനെയാണ്? AD എന്ന് പറയുന്നത് BC എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. implies BC = DE√3 എന്ന് നമുക്ക് പറയാം. നമുക്ക് DE എന്താണെന്ന് അറിയാം. DE = എന്താ? CE minus CD whole into √3. CE minus CD ആണ് DE, അത് into √3 ആണ് നമ്മളുടെ BC. CE എന്ന് പറഞ്ഞാൽ എത്രയാ? CE എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയില്ല. = CE. CD എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം. 8 മീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ 8 അവിടെ എഴുതാം. എന്നിട്ട് √3. നമുക്ക് CE എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. CE = BC എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. = BC minus 8 into √3. അതായത് = BC √3 minus 8√3. 8√3 = BC into √3 minus 1 എന്ന് പറയാം. ഓക്കെ, ആ √3 minus 1 ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? BC = 8√3/√3 minus 1.
ഇങ്ങനെ ഈ റൂട്ടിനെ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 8√3 into √3 plus 1 by √3 minus 1 into √3 plus 1. മുകളിലും താഴത്തും ഒരേ വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ √3 minus 1 ആയതുകൊണ്ട് നമ്മൾ √3 plus 1 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. എന്നാലും നമുക്ക് എന്ത് കിട്ടും, a plus b into a minus b equal to a square minus b square. അത് നമുക്ക് അറിയാം, we know that implies bc equal to 8√3 into √3 plus 1 by √3 minus 1 into √3 plus 1 എന്ന് പറഞ്ഞാൽ 3 minus 1 ആണ് ഉത്തരം. 3 minus 1 എന്താ 2. അപ്പോൾ 4√3 into √3 plus 1 ആണ് നമ്മളുടെ ബി സി എന്ന് പറഞ്ഞാൽ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബിൽഡിങ്സ് ബി സി ആണ്. വി നോ ദാറ്റ് നമുക്ക് എന്താ അറിയാം, ബി സി ഈക്വൽ ടു സി ഇ ഇംപ്ലൈസ് ഹൈറ്റ് ഓഫ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്താണ്, ഈക്വൽ ടു 4√3 into √3 plus 1 മീറ്റർ. ബി സി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ പോയിന്റ് ഓൺ എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ, ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ബാങ്ക്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റിവർ ആർ 30 degree and 45 degree respectively. If the bridge is at a height of 3 meter from the banks, find the width of the river. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ബ്രിഡ്ജ് തന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ബ്രിഡ്ജ്. അത് അതിൻ്റെ ഹൈറ്റ് എന്താ പറയുക, 3 മീറ്റർ ആണ്. ഒരു ബാങ്ക് 30 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, മറ്റേ ബാങ്കോ 45 ഡിഗ്രി. ഇത് 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. അപ്പോൾ ഇത് നമ്മളുടെ 45 ഡിഗ്രി. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ് ആണെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എ സി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. എ സി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഈക്വൽ ടു ബി സി പ്ലസ് എ ബി എന്ന് പറയാം. എ സി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി ആണ് എ സി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. tan 30 എന്താണ്, 1/√3 ആണ് നമുക്കറിയാം, ഈക്വൽ ടു ഇവിടെ എന്താണ് ബി ഇ ബൈ എന്താണ് ഇവിടെ എ ബി. tan 30 എന്ന് പറഞ്ഞാൽ ബി ബൈ എ ബി എന്ന് പറഞ്ഞാൽ എന്താ, എ ബി ഈക്വൽ ടു ബി ഇ √3 ഈക്വൽ ടു എന്താ, ബി എന്ന് പറഞ്ഞാൽ 3 ആണ്, 3√3 മീറ്റർ. അപ്പോൾ എ ബി കിട്ടി. നമ്മൾ ബി സി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. tan 45 എന്താണ് 1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ എന്താണ് ബി ഇ ബൈ ബി സി ഇംപ്ലൈസ് ബി ഇ ഈക്വൽ ടു ബി സി. ബിയും ബി സിയും ഒന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 3 മീറ്റർ ആണെന്ന് പറയാം. ബിയുടെ വാല്യൂ ബി സിയുടെ വാല്യൂ 3 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം, ഇംപ്ലൈസ് എ സി ഈക്വൽ ടു 3√3 പ്ലസ് 3 മീറ്റർ, അതായത് 3 into √3 plus 1 മീറ്റർ.